ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബസ്മതി റൈസ് ഒന്ന് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനൊരു അരിപ്പയിലേക്ക് അത് വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് നമ്മളെപ്പോഴും വേവിച്ചെടുക്കുക. കൂടുതൽ വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് റൈസ് വേവുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് കൂടുതൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഈ വെള്ളം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അത് ശ്രദ്ധ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് അലിഞ്ഞ് വരില്ല, തിളയ്ക്കുന്ന വെള്ളമല്ലേ. അപ്പോൾ ഒന്ന് നമ്മൾ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് മുന്നിട്ടല്ലേ നിൽക്കണമെന്ന് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് അതിൽ ഉപ്പ് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒന്ന് മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഒലീവ് ഓയിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം വേണം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റൈസ് നല്ല പോലെ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസായ കാരണം പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ അതിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ വെക്കണ കാരണം ഇടയ്ക്ക് ഒന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് വേവ് നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ അരി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഊറ്റിയെടുക്കുകയാണ്. കയ്യിലോട്ട് വെച്ചിട്ടാണ് ഞാൻ ഊറ്റിയെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ വേണം നോക്കിയെടുക്കാനായിട്ട്. ഫ്രൈഡ് റൈസിന് നമ്മളിതിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ വേവിനനുസരിച്ച് നോക്കിയിട്ട് ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വേവ് നോക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ വയ്ക്കുന്നു പറയുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിന് അളവിനെല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഉള്ള ഗുണമാണ് നമുക്ക് നമ്മുടെ വേവിനനുസരിച്ച് നോക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ റൈസ് എല്ലാതും ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന അരിയുടെ വേവാണ്. അത് നല്ല പോലെ ഒന്നിനോടൊന്നും ഒട്ടാണ്ട് ഉലർന്ന് കിടക്കണം. അപ്പോൾ അത് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എങ്ങാനും വേവ് കൂടിപ്പോയാൽ പിന്നെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ തന്നെ കൊള്ളില്ല, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ കാണാനും ആകെ വെന്ത് കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി മുട്ട പൊരിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ 7 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അരിയുടെ അളവെന്ന് പറയുമ്പോൾ 2 ഗ്ലാസ് അരിയാണല്ലോ. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് 7 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 3 മുട്ട, ആ കണക്കിലാണ് ഞാൻ 6 മുട്ട എടുത്തിട്ടുള്ളത്. പിന്നെ 1 മുട്ട എക്സ്ട്രാ കൂടുതലിട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 7 മുട്ടയുടെ കണക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുത്ത് മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട അതേ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല പരന്ന പാത്രം നോക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉരുളി അവൈലബിൾ ആയ കാരണം ഞാൻ ഉരുളി എടുത്തത് മാത്രം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വലിയ പരന്ന പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രം നോക്കി എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കടഭാഗം വരില്ലേ, വൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളത്, ആ ഭാഗമാണ് ഞാനിപ്പോൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബീൻസ് അരിഞ്ഞത്,
കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നിട്ടിത് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റോളം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ വെജിറ്റബിൾസിലേക്കൊക്കെ ഒന്ന് ചൂട് പിടിക്കണം, നല്ല പോലെ ഒന്ന് ചൂട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 3 മിനിറ്റോളം ഇളക്കി കൊടുക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 3 മിനിറ്റോളം നമ്മൾ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷമാണ് സവാള ഇട്ട് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുമ്പോഴേക്കും സവാള ആകെ വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളതിനേക്കാളും ടേസ്റ്റ് കിട്ടുക എപ്പോഴും സവാള ഇങ്ങനെ കണ്ട നമുക്കിങ്ങനെ കാണണം. കൂടുതൽ അങ്ങനെ വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ വെജിറ്റബിൾസ് ആദ്യം ഇട്ടിട്ട് സവാള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് ചൂട് കയറുകയും ചെയ്യും, സവാള തീരെ വാടില്ല. അതുകൊണ്ടാണ് സവാളയും ക്യാപ്സിക്കും ഒക്കെ ഞാൻ പെട്ടെന്ന് വേവണതൊക്കെ ലാസ്റ്റ് വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ മുന്നിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമല്ല ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വെജിറ്റബിൾസിലേക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോറ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസും മുട്ടയും അതുപോലെ തന്നെ റൈസും എല്ലാം നല്ല പോലെ മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത് വൈറ്റ് കളറുള്ള ഭാഗമായിരുന്നു. ഇത് നമ്മൾ പച്ച കളറുള്ള ഭാഗം മാത്രമാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രൈഡ് റൈസിനൊപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഗോബി മഞ്ചൂരിയൻ, അതുപോലെ തന്നെ ചില്ലി ചിക്കൻ, ഗാർലിക് ചിക്കൻ, ഇതൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.